നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ജൂലൈ 27 ശനി തന്റെ നേർഗതിയെ വിട്ട് വക്രഗതി പ്രാപിക്കുന്നു. അതായത് രാശിചക്രത്തിന്റെ വലത്തോട്ട് സഞ്ചരിച്ചിരുന്ന ശനി ആ സഞ്ചാരം നിർത്തി ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നു. എന്നാൽ അങ്ങനെ സഞ്ചരിക്കുന്നില്ല എന്നും അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം മാത്രമാണെന്നുമാണ് പറയപ്പെടുന്നത്. പ്രസ്തുത വക്രഗതി 2026 ഡിസംബർ മാസം 11 വരെ തുടരുന്നതാണ്. രേവതി നക്ഷത്രത്തിൽ നിന്നും ശനി പിന്നോട്ട് സഞ്ചരിച്ച് ഉത്രട്ടാതി 4 പാദം വരെ രാശിമാറ്റമില്ലാതെ സഞ്ചരിക്കുന്നു. അതായത് വക്രഗതി പ്രാപിക്കുമ്പോൾ ശനി മീനം രാശിയിൽ തന്നെയായിരിക്കും തുടരുക. നിലവിൽ ഓഗസ്റ്റ് 12 വരെ വ്യാഴം മൗഢ്യത്തിലായതിനാൽ ഇതിൽ പറയുന്ന ഗുണഫലങ്ങൾ ഓഗസ്റ്റ് 12 ശേഷമായിരിക്കും കൂടുതൽ അനുഭവത്തിൽ വരുന്നത്. നിലവിലെ ശനിയുടെ മീനം രാശിയിലെ സ്ഥിതി നിമിത്തം ദോഷഫലങ്ങൾ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ രാശിക്കാർക്കും 7 ശനിയും കണ്ടക ശനിയും കൊണ്ട് ജീവിതം തകിടം മറിഞ്ഞവർക്കും വളരെ ആശ്വാസം എന്നോണമാണ് ഒരു 4 മാസക്കാലത്തേക്കായി ശനി വക്രഗതിയെ പ്രാപിക്കുന്നത്. അതിനാൽ തന്നെയും ഈ വക്രഗതി സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ജന്മനക്ഷത്രവും കൂറും അറിയാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമന്റായി നിങ്ങളുടെ ജനന തീയതിയും ജനന വർഷവും ജനന സമയവും രേഖപ്പെടുത്തിയാൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ഉം 3ഉം ഭാവങ്ങളുടെ അധിപനായ ശനി 4ാം ഭാവമായ മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഗൗരവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ്. കുടുംബം, വിദ്യാഭ്യാസം, മാതാവ്, മാനസിക സന്തോഷം, വാഹനം, വസ്തുവകകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 4ാം ഭാവത്തിലാണ് ശനി വക്രത്തിൽ നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി തന്റെ 3ാം ദൃഷ്ടി 6ാം ഭാവത്തിലേക്കും 7ാം ദൃഷ്ടി 10ാം ഭാവത്തിലേക്കും 10ാം ദൃഷ്ടി 1ാം ഭാവത്തിലേക്കും പതിക്കുന്നു. ഒപ്പം 4ാം ഭാവാധിപനായ വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി കൂടി ശനിക്കുള്ളതിനാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് വിശദമായി തന്നെ നോക്കാം. ധനുക്കൂറിന്റെ 4ാം ഭാവത്തിലെ ശനിയുടെ വക്രാവസ്ഥ പുതിയ വീട് പണി ആരംഭിച്ചവർക്ക് കാര്യങ്ങളിൽ അല്പം കാലതാമസവും അനാവശ്യ തടസ്സങ്ങളും സമ്മാനിച്ചേക്കാം. എന്നാൽ വർഷങ്ങളായി തർക്കത്തിലോ കേസുകളിലോ കുടുങ്ങിക്കിടന്ന തറവാട്ട് സ്വത്തോ ഭൂമിയോ തിരികെ ലഭിക്കാനോ അനുകൂലമായി വിൽക്കാനോ സാധിക്കും. പുതിയ വീട് കെട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ മികച്ചൊരു വീടോ വസ്തുവോ സ്വന്തമാക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, ഭൂമി വിൽപ്പന, ഭൂമി വാങ്ങൽ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പ്രമാണങ്ങളും ആധാരങ്ങളും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പഴയ വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത്തരം തർക്കങ്ങളിൽ നിന്നും പൊതുപ്രവർത്തകരുടെയോ മറ്റോ ഇടപെടൽ നിമിത്തം മോചനം ലഭിക്കും. ശനി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കഠിനാധ്വാനത്തിന് ആനുപാതികമായ ഫലം ലഭിക്കാൻ ഇടയാകും. എന്നാൽ കാലചക്രത്തിന്റെ 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാലും വ്യാഴത്തിന് മൗഢ്യമുള്ളതിനാലും നിലവിലെ കൃഷിക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള മൊബൈൽ ഫോൺ, TV, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി വലിയ തുക ചിലവാക്കാൻ ഈ സമയത്ത് ഇടയാകും. 2ാം ഭാവാധിപൻ കൂടിയായ ശനി വക്രം പ്രാപിക്കുന്നതിനാൽ സാമ്പത്തികമായ വലിയ നിക്ഷേപങ്ങളിൽ ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. പല വഴിക്ക് വരുമാനം വരാനുള്ള സാധ്യതകൾ തെളിയുമെങ്കിലും ചിലവും അതുപോലെ കടന്നുവരും. എന്നാൽ ചിട്ടിയോ പഴയ ഷെയർ നിക്ഷേപങ്ങളോ ഇൻഷുറൻസ് പോളിസികളോ വഴി പ്രതീക്ഷിക്കാത്ത തുക കയ്യിലെത്തും.
പണം അനാവശ്യമായി ചെലവഴിക്കുന്നത് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുകയും നിക്ഷേപങ്ങൾ കൃത്യമായി പുനഃക്രമീകരിച്ച് ഭാവിയിലേക്ക് വലിയൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. പഴയ കടങ്ങൾ തിരിച്ചടച്ചു തീർക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ശനി വക്രത്തിലായ സമയത്ത് ഉണ്ടാകും. ഷോർട്ട് ടൈം ട്രേഡിങ്ങിനേക്കാൾ ദീർഘകാല നിക്ഷേപങ്ങളാണ് ഈ സമയത്ത് സുരക്ഷിതം. അനായാസമായി ലഭിക്കുന്ന ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്നുള്ള ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ച് പണമിറക്കുന്നത് തിരിച്ചടിയായേക്കാം. ഏതൊരു കാര്യത്തിനും മറ്റൊരു വരുമാന സ്രോതസ്സിനെ പറ്റി ചിന്തിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. ശനിയുടെ 7ാം ദൃഷ്ടി 10ാം ഭാവത്തിലേക്ക് പതിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും അനുഭവപ്പെടാം. എന്നാൽ മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ IT ജീവനക്കാർക്ക് മുൻപ് നിഷേധിക്കപ്പെട്ട പ്രമോഷനുകൾ, ശമ്പള വർധനവ് അല്ലെങ്കിൽ കമ്പനിയിലെ ഉയർന്ന പദവികൾ എന്നിവയെല്ലാം ഈ സമയത്ത് തിരികെ ലഭിക്കും. വിദേശ കമ്പനികളിലേക്ക് മാറുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ഒത്തുവരും. പ്രൊഫഷണൽ രംഗത്ത് പൊതുവെ കഠിനാധ്വാനം ആവശ്യമായി വരുമെങ്കിലും കഴിവിനുള്ള തർക്കമില്ലാത്ത അംഗീകാരം ഈ സമയത്ത് ലഭിക്കാനിടയാകും. ദിവസവേതന ജോലിക്കാർ, ഡ്രൈവർമാർ എന്നിവർക്ക് ദിനംപ്രതിയുള്ള അധ്വാനം കൂടുമെങ്കിലും വരുമാനത്തിൽ സ്ഥിരത നിലനിർത്താൻ സാധിക്കും. വാഹനം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾക്കായി ഒരു ചെറിയ തുക മാറ്റിവെക്കേണ്ടതായി വരും. പലചരക്ക് കട നടത്തുന്നവരും ചെറുകിട ബിസിനസ്സുകാരും ഉപഭോക്താക്കളോടുള്ള പെരുമാറ്റത്തിൽ സൗമ്യത പുലർത്തുന്നത് ഈ സമയത്ത് ബിസിനസ് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. വിശ്വസ്തരായ പുതിയ ഉപഭോക്താക്കളെയും തൊഴിലാളികളെയും ലഭിക്കും. ബിസിനസ്സിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താനും അതിലൂടെ സ്ഥിര വരുമാനം ഉറപ്പാക്കാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി തുറന്ന സംസാരവും പരസ്പര ധാരണയും ആവശ്യമാണ്. പ്രണയബന്ധങ്ങളിൽ താൽക്കാലിക ആകർഷണങ്ങൾക്കപ്പുറം പരസ്പര കമ്മിറ്റ്മെന്റ് പരിശോധിക്കപ്പെടുന്ന സമയമാണിത്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും തൊഴിലിലെ അലച്ചിലും മൂലം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പ്രയാസം നേരിട്ടേക്കാം. എന്നിരുന്നാലും ധനുക്കൂറിൽപ്പെട്ട അച്ഛനമ്മമാർ മക്കളോടുള്ള പെരുമാറ്റത്തിൽ കാർക്കശ്യം ഒഴിവാക്കി സൗഹൃദപരമായ സമീപനം പുലർത്തുന്നത് കുടുംബ അന്തരീക്ഷം ശക്തമാക്കും. അയൽക്കാരുമായുള്ള ചെറിയ തർക്കങ്ങൾ വലിപ്പിച്ചു കൊണ്ടുപോകാതെ നയപരമായി പരിഹരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ശനിയുടെ 6ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കാരണം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് നെഞ്ച്, ദഹനം, ഉറക്കമില്ലായ്മ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ ശ്രദ്ധ വേണം. ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും ആശുപത്രി ചെലവുകൾ ഒഴിവാക്കാൻ മുൻകൂട്ടി ചികിത്സ തേടുന്നത് നന്നായിരിക്കും. വിട്ടുനിൽക്കുന്ന പഴയ കോടതി കേസുകളിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും പുതിയ നിയമപ്രശ്നങ്ങളിൽ ചെന്നു ചാടാതിരിക്കാൻ ജാഗ്രത വേണം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കത്തിൽ തടസ്സങ്ങൾ നേരിട്ടാലും സെപ്റ്റംബറോടുകൂടി കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. പതിവില്ലാത്ത വിധം സിനിമ, വിനോദങ്ങൾ, അനാവശ്യ യാത്രകൾ തുടങ്ങിയ ചെറുകിട ചിലവുകൾക്ക് വേണ്ടി ഈ സമയം പണം വകയിരുത്തുന്നത് നല്ലതാണ്. ശനിയുടെ 6ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും 3ലെ വക്രാവസ്ഥയും ശത്രുക്കളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള അപാരമായ ശക്തി നൽകും. നീണ്ടുപോയ കോടതി കേസുകളിലും നിയമതർക്കങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ വിധിയോ അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ഒത്തുതീർപ്പോ ഉണ്ടാകും. എതിരാളികളുടെയോ ശത്രുക്കളുടെയോ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് തകർക്കാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്താനും ഈ സമയത്ത് സാധിക്കും. പഞ്ചായത്ത് തലത്തിലും പ്രാദേശിക തലത്തിലും പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ നിലനിർത്താനായുള്ള വഴികൾ തുറന്നുകിട്ടും. ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ വിശ്വാസ്യത നേടിയെടുക്കാൻ സാധിക്കും. മുൻപുണ്ടായിരുന്ന അനാവശ്യമായ ആരോപണങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും മോചനവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വാക്കുകളേക്കാൾ പ്രവൃത്തി കൊണ്ട് കാര്യങ്ങൾ സാധിച്ചു കാണിച്ച് ജനശ്രദ്ധ നേടാനും പാർട്ടിയിലോ സംഘടനയിലോ മുൻനിരയിലേക്ക് വരാനും ഈ സമയത്ത് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. 4ാം ഭാവാധിപനായ വ്യാഴത്തിന്റെ ദൃഷ്ടി
4-ാം ഭാവത്തിലും ഒപ്പം വക്രശനിയിലും പതിക്കുന്നതിനാൽ വക്രശനി മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസം ലഭിക്കും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി മാനസിക സമാധാനവും ധൈര്യവും പ്രദാനം ചെയ്യും. പോകെ പോകെ തടസ്സപ്പെട്ട് കിടന്ന വീട് പണികളും വസ്തു ഇടപാടുകളും പുനരാരംഭിക്കാനും വിദേശയാത്രകൾ സഫലമാക്കാനും ഇത് വഴിയൊരുക്കും. സാമ്പത്തികമായി പ്രതിസന്ധികൾ ഉണ്ടായാലും കൃത്യസമയത്ത് ധനസഹായങ്ങൾ ലഭ്യമാകാനും മാതാവിന്റെ ആരോഗ്യം തൃപ്തികരമായി തുടരാനും മീനം ഭാവാധിപന്റെ ദൃഷ്ടി അനുഗ്രഹമാകും. ധനുക്കൂറുകാർക്ക് ശനി വക്രത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിലും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഒഴിവാക്കി ക്ഷമയോടെയും ആസൂത്രണത്തോടെയും മുന്നോട്ടു പോയാൽ തീർച്ചയായും ഈ സമയത്ത് ജീവിത വിജയം കൈവരും. ശനി വക്രം പ്രാപിച്ചിട്ടും ഗുണഫലങ്ങൾ അനുഭവത്തിൽ വന്നില്ല എങ്കിൽ ഹനുമത് ക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഏതെങ്കിലും രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അതല്ലെങ്കിൽ ഹനുമാൻ ചാലിസ, ഗണേശാഷ്ടകം തുടങ്ങിയ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഗുണപ്രദമാണ്. ഇതിന് സാധിക്കാത്തവർക്ക് ശാസ്താക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഭക്ഷണത്തിനു മുൻപായി കാക്കയ്ക്ക് എള്ളുകുഴച്ച ഭക്ഷണം കൊടുക്കുന്നതും ശനിദോഷത്തിന് പരിഹാരമായി കണക്കാക്കപ്പെടുന്നു. നിത്യവും സൂര്യനമസ്കാരം ചെയ്യുന്നവർ 9 തവണയെങ്കിലും സൂര്യനമസ്കാരം ചെയ്യുന്നതും ശനിദോഷത്തിന് ഒരു പരിഹാരമായി ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.